ശമ്പള പരിഷ്കരണത്തിൻ്റെ വീട്ടുവാടക അലവൻസിൽ വലിയ വർധനവ് കൊടുക്കാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. മെട്രോ നഗരങ്ങളിലും സാധാരണ നഗരങ്ങളിലും ഒക്കെ ഉള്ള ഓഫീസുകൾക്ക് വലിയ ശമ്പള വർധനവും, അതായത് HRA അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ് വളരെ വലുത് വരും എന്നാണ് കേൾക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 8ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ വീട്ടുവാടക അലവൻസിൽ കാര്യമായ വർധനവുണ്ടാകാനാണ് വലിയ സാധ്യതയുള്ളത്. അടിസ്ഥാന ശമ്പളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ശമ്പള പരിഷ്കരണത്തിന് പരിഹരിക്കുന്ന ഫിറ്റ്മെൻറ്റ് ഫാക്ടർ വഴിയുണ്ടാകുന്ന ഏത് വർധനവും ജീവനക്കാരുടെ മാസവരുമാനത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കും. മെട്രോ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അധിക നേട്ടം കിട്ടും. എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് നോക്കാം. നമ്മളെപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമാണ് കൂടുതൽ പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളാണ്. അടിസ്ഥാന ശമ്പളവും HRAയും. അടിസ്ഥാന ശമ്പളത്തിൻ്റെ നിശ്ചിത ശതമാനമാണ് HRA ആയി കണക്കാക്കുക. അതിനാൽ പുതിയ ശമ്പള പരിഷ്കരണ ശുപാർശകൾ പ്രകാരം അടിസ്ഥാന ശമ്പളം കൂടുമ്പോൾ HRAയിലും മാറ്റം വലുതായിട്ട് വന്നില്ലെങ്കിലും ജീവനക്കാർക്ക് ലഭിക്കുന്ന തുകയിൽ കാര്യമായ വർധനമുണ്ടാകും. അടിസ്ഥാന ശമ്പളം ഉയരുന്നതോടെ അതിനെ ആശ്രയിച്ചിരിക്കുന്ന അലവൻസുകളും കൂടും. അടിസ്ഥാന ശമ്പളം പുനർനിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫിറ്റ്മെൻറ്റ് ഫാക്ടർ. ഇത് എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം HRAയും കൂടും. ഒരു വ്യത്യാസം നമുക്ക് നോക്കാം. നഗരങ്ങളിലെ വ്യത്യാസം. എക്സ് കാറ്റഗറി എന്ന് പറയുന്നത് മെട്രോ നഗരങ്ങളാണ്. 30 നിലവിലെ HRA അടിസ്ഥാന ശമ്പളത്തിൻ്റെ 30%. Y കാറ്റഗറി എന്ന് പറയുന്നത് മെട്രോ നഗരങ്ങളല്ല, അടുത്ത ലെവൽ കാറ്റഗറിയാണ്, 20%. Z കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴെ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ വളരെ സെമി അർബനോ അർബനോ അല്ലാത്ത റൂറൽ ഏരിയയിലൊക്കെ വരുന്ന കേന്ദ്ര ഓഫീസുകളൊക്കെ വരുമല്ലോ. ഇപ്പോൾ ഇവിടെ പൂങ്കുളം സെൻസസ് ഓഫീസൊക്കെ ഇരിക്കുന്ന റൂറൽ ഏരിയയിലാണ്. തിരുവനന്തപുരത്ത് പൂങ്കുളം എന്ന് പറയും. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്, റൂറൽ സ്ഥലങ്ങളിലൊക്കെ ഓഫീസുകൾ ഇരിപ്പുണ്ട്. അതാണെങ്കിൽ 10% വരും. 2.57 എന്ന ഫിറ്റ്മെൻറ്റ് ഫാക്ടറാണ് ജീവനക്കാരുടെ യൂണിയനുകൾ ആവശ്യപ്പെട്ടുള്ളത്. എന്നാൽ അതിൽ കുറഞ്ഞ നിരക്കായിരിക്കും സർക്കാർ 2 മുതൽ 2.57 വരെയുള്ള പരിധികൾ നിശ്ചയിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഫിറ്റ്മെൻറ്റ് അനുസരിച്ച് നിലവിലെ ശമ്പള പരിഷ്കരണം ലെവൽ 1 ജീവനക്കാർക്ക് 18,000 അടിസ്ഥാന ശമ്പളം. ഫിറ്റ്മെൻറ്റ് ഫാക്ടർ 2 അപ്പോൾ പുതുക്കിയ അടിസ്ഥാന ശമ്പളം 36,000 ആക്കും. HRA എക്സ് കാറ്റഗറിയാണ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മെട്രോ കാറ്റഗറി ആണെങ്കിൽ 10,800 രൂപ കിട്ടും. അതേസമയം 2.28 ഫിറ്റ്മെൻറ്റ് ഫാക്ടർ എങ്കിൽ 41,040 രൂപ ശമ്പളത്തിലേക്ക് പോകും. 12,310 രൂപ അവർക്ക് ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് കിട്ടും. 2.57 വരുന്നതെങ്കിൽ 46,260 രൂപ അടിസ്ഥാന ശമ്പളമാകും. അങ്ങനെയാണെങ്കിൽ 13,880 രൂപ അവർക്ക് എന്തിൽ കിട്ടും? ഈ HRA ആയിട്ട് കിട്ടും. 2.57 ഫിറ്റ്മെൻറ്റ് ഫാക്ടർ Y വിഭാഗം നഗരങ്ങളിൽ 9,250 Z വിഭാഗത്തിൽ 4,630 ആയിരിക്കും HRA. അപ്പോൾ ഇതൊരു കണക്കാണ് വെച്ചിരിക്കുന്നത്. 8ാം ശമ്പള കമ്മീഷൻ്റെ അന്തിമ റിപ്പോർട്ടും സർക്കാർ ദിനവും പുറത്തു വരുമ്പോഴാണ് എത്ര നേട്ടമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കഴിയും. എന്നിരുന്നാലും അടിസ്ഥാന ശമ്പളം വർദ്ധിക്കുന്നതോടെ HRAയും ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങളും കാര്യമായ വർധനവുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ വിരമിക്കൽ ആനുകൂല്യങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ള നിലയിലാണ് 8ാം ധനകാര്യ കമ്മീഷൻ്റെ കേന്ദ്രത്തിലെ റിപ്പോർട്ട് വരാൻ പോകുന്നു. അപ്പോൾ ഫിറ്റ്മെൻറ്റ് അലവൻസ് ഞാൻ ഈ പറഞ്ഞ വേരിയേഷൻ വരുന്നതനുസരിച്ച് HRAയിലും വേരിയേഷൻ വരും. 30%, 20%, 10%മാണ് 3 കാറ്റഗറി നഗരങ്ങൾക്കുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അടിസ്ഥാന ശമ്പളത്തിൻ്റെ 30% അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ 10% എന്ന നിലയിലായിരിക്കും ഇതിൻ്റെ കണക്ക് വരുന്നത്.